ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സാണ്, ഫസ്റ്റ് ക്ലാസ് ഓഫ് ഫോർത്ത് സെമസ്റ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബേസിക്കലി രണ്ട് സബ്ജക്റ്റാണ് എടുക്കാൻ പോണത്. ഒന്നൊരു തിയറി സബ്ജക്റ്റാണ്, ഒരു ആർക്കിടെക്ചറൽ ബേസ്ഡ് സബ്ജക്റ്റാണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ് സബ്ജക്റ്റാണ്, വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഈ ഒരു സെമസ്റ്ററിലും സെക്കൻഡ് പാർട്ട് ഫിഫ്ത്ത് സെമസ്റ്ററിലായിട്ടാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിയറി സബ്ജക്റ്റ് ഇൻറ്റീരിയർ ഡിസൈൻ എന്നാണ് തിയറി സബ്ജക്റ്റിൻ്റെ പേര്. നിങ്ങളുടെ ടൈം ടേബിളിൽ ID എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ക്ലാസ്സിൽ. ഒരു തിയറി ബേസ്ഡ് സബ്ജക്റ്റാണ്. പിന്നെ ഫൈനൽ മൊഡ്യൂളിൽ, ഒരു ഫോർത്ത് മൊഡ്യൂളിൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ എന്താണ്, എല്ലാം തിയറി ബേസ്ഡ് ആണ്. ആ ഒരു പ്രോബ്ലം പഠിച്ചാൽ ഒരു 15 മാർക്ക് കിട്ടും. അതുകൂടാതെ തന്നെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഫുള്ളി ഒരു തിയറി സബ്ജക്റ്റാണ് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന രീതിയിലാണ് പറയണത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കടക്കാം. എന്താണ് ഇൻറ്റീരിയർ ഡിസൈൻ, അതിൻ്റെ പ്രാധാന്യം എന്താണ്. നമ്മൾ ആർക്കിടെക്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനൊന്നും ആർക്കും ഒരു ഡൗട്ടും വേണ്ട. അതേപോലെ തന്നെ ഇതൊരു ആർക്കിടെക്ചറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാം എന്താണ് ഇതിൻ്റെ ക്രെഡിറ്റ് 5 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ, അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയറി സബ്ജക്റ്റാണ്. പക്ഷേ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും ഫിഗേഴ്സാണ്. ഈ ഇൻറ്റീരിയർ ഡിസൈനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും വരയ്ക്കാൻ പറ്റിയാൽ തന്നെ ചിലപ്പോൾ 3/4 മാർക്ക് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു തിയറി ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് വിചാരിക്കുക. പക്ഷെ ആ തിയറി ക്വസ്റ്റ്യനും ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഫിഗർ അറിയാം പക്ഷേ തിയറി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല. പക്ഷെ ആ ഫിഗർ വരച്ചിട്ട് എന്തെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ തന്നെ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയേണ്ടത് ക്രെഡിറ്റ് 5 ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ കുറച്ച് പ്രാധാന്യം കൂടിയ സബ്ജക്റ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഓരോ മൊഡ്യൂൾ വൈസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ഓക്കെ, ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ബേസിക്കലി പറയുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റീരിയർ ഡിസൈൻ, അതേപോലെ എലിമെൻറ്റ്സ് ഓഫ് ഇൻറ്റീരിയർ ഡിസൈൻ. ഓക്കെ, അതേപോലെ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റൈൽസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്യണത്. ഓക്കെ, ഇൻറ്റീരിയർ ഡിസൈനിൽ ചെയ്യുമ്പോൾ ഓരോ എന്താ പറയുക സൈക്കോളജിക്കൽ എഫക്റ്റ്, ഓരോ കളേഴ്സിന്, ഓരോ സ്പേസ്, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ്, അതൊക്കെയാണ് നമ്മൾ ബേസിക്കലി എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്, എലിമെൻറ്റ്സ്, അതേപോലെ പലതരത്തിലുള്ള എന്തുണ്ടാവും ഡിസൈൻ എലിമെൻറ്റ്സ്. ഓക്കെ, അതേപോലെ ഓരോ സൈക്കോളജിക്കൽ എഫക്ട്സ്, പിന്നെ എങ്ങനെ നമുക്ക് ഈ ഇൻറ്റീരിയറിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണത്, ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റ് മൊഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പറയണത്, സെക്കൻഡ് മൊഡ്യൂളിൽ ബേസിക്കലി ഫുള്ളായിട്ട് എന്താണ് ഫർണിച്ചർ സ്റ്റൈലിനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, ഓരോ കാലഘട്ടത്തിലും ഫർണിച്ചേഴ്സിന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിരുന്നു. അല്ലാതെ ഒറ്റയടിക്ക് കസാരയും ചെയറൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്തിട്ടല്ല വന്നത്. അതിന് രൂപമാറ്റം വന്ന് അതിന് പല പ്രത്യേകതകൾ മാറ്റിയാണ് അവസാനം ഈ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഓരോ എന്താ പറയുക ആർക്കിടെക്ചർ എന്ന രീതിയിൽ റോമൻ സ്റ്റൈല്, ഗ്രീക്ക് സ്റ്റൈല്, ഓക്കെ മെസപ്പൊട്ടാമിയൻ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റൈലുകളും ഉണ്ടാവും. ഓക്കെ, മോഡേൺ സ്റ്റൈലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റൈൽസ് ഉണ്ട്. ആ സ്റ്റൈൽസിലൊക്കെ ഉള്ള ആ ഫർണിച്ചറിൻ്റെ രീതികൾ, ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ ബേസിക്കലായിട്ട് നല്ലൊരു രീതിയിലുള്ള ഐഡിയാസ്, ഓക്കെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, മോഡേൺ ആയിട്ടുള്ള ഐഡിയാസ്, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഫർണിച്ചർ സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഇൻറ്റീരിയർ അല്ല, സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യണത് എന്താണ് ഫർണിച്ചർ സ്റ്റൈൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫർണിച്ചർ സ്റ്റൈൽസ്. ഓക്കെ, അത് ഇൻറ്റീരിയറിൽ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അത് മോഡേൺ സ്റ്റൈലാകാം, പിന്നെന്താ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാവാം. ഓരോ പീരിയഡ് വൈസുള്ള നമ്മൾ പറയല്ലേ മുഗൾ പീരിയഡ് അല്ലേ, അങ്ങനെ പലതരത്തിലുള്ള പീരിയഡുകൾ ഉണ്ടായിരുന്നു.
അപ്പോൾ അതേപോലെ ഓരോ പീരിയഡ്സിലുള്ള എന്താണ് സ്റ്റൈൽ, പീരിയോഡിക് സ്റ്റൈൽസാണ് നമ്മൾ ബേസിക്കലി സെക്കൻഡ് മൊഡ്യൂളിൽ പറയാൻ പോണത്. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും സെക്കൻഡ് മൊഡ്യൂളിൽ അവസാനത്തായിട്ട് ടോപ്പിക്ക് വരുന്നത് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർക്കുള്ള എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. ഓക്കെ, അവർക്കുള്ള ഓരോ ഫർണിച്ചേഴ്സിൻ്റെയും ഓരോ ഡയമെൻഷൻസും ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷിംഗ് മെറ്റീരിയൽസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള ഫിനിഷിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ബേസിക്കലി വാള്, ഫ്ലോറ്, സീലിംഗ്, ഈ മൂന്ന് കാര്യങ്ങൾക്കും, വാള്, ഫ്ലോറ്, സീലിംഗ്, ഈ മൂന്ന് കാര്യങ്ങൾക്കും യൂസ് ചെയ്യണ ഫിനിഷിംഗ് മെറ്റീരിയൽസും അതേപോലെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ഓക്കെ, അവിടെ അപ്ലൈ ചെയ്യണമല്ലോ, അത് പലതരത്തിലുള്ള നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ആ ഒരു അപ്ലിക്കേഷൻ ഏത് രീതിയിലാണ്, അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് ഒരു ഇൻറ്റീരിയറിലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളുടെ കർട്ടൻസ്, ബ്ലെൻഡ്, അങ്ങനത്തെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു ടോപ്പിക്കാണ് ലാൻഡ്സ്കേപ്പ്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽ നമ്മൾ എന്തിൽ പറയുന്നുണ്ട്, തേർഡ് മൊഡ്യൂളിൽ പറയുന്നുണ്ട്. ഓക്കെ, ലാൻഡ്സ്കേപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 4 എടുക്കുകയാണെങ്കിൽ അതിൽ ബേസിക്കലി ഒരു എസ്റ്റിമേഷനാണ് ആദ്യം വരുന്നത്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എത്ര എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് ആവശ്യം വരും. ഓക്കെ, എന്തിനാവശ്യം വരിക, നമ്മൾ ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ എന്താ, ടൈലൊട്ടിക്കാൻ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കിച്ചണും ഒരു ടോയ്ലറ്റും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം ഇൻറ്റീരിയറിൽ എന്തൊക്കെ മെറ്റീരിയൽസിൻ്റെ ആവശ്യം വരും, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ബേസിക്കലി എസ്റ്റിമേഷൻ എന്ന രീതിയിൽ ഇൻറ്റീരിയർ സ്പേസിൽ എത്രയൊക്കെ മെറ്റീരിയൽസ്, അതിന് എത്രയൊക്കെ കോസ്റ്റ് വരും, അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അവർ നമുക്കൊരു റൂം സ്പേസ് തരും. ആ റൂം സ്പേസ് തന്നിട്ട് ആ റൂം സ്പേസിൽ നമ്മൾ എന്തെങ്കിലും ഫിനിഷിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ബേസിക്കലി എസ്റ്റിമേഷൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ പറയാറില്ലേ, ഒരു വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയില്ലേ എസ്റ്റിമേറ്റ് എത്ര വരും എന്ന് പറഞ്ഞാൽ എന്താ, ഏകദേശം എത്ര എമൗണ്ട് വരും ആ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. നമ്മൾ സ്ക്വയർ ഫീറ്റിൽ പറയാറുണ്ട് 500 രൂപ സ്ക്വയർ ഫീറ്റിന്, അങ്ങനെ കണക്ക് കൂട്ടിക്കോളി എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ഇൻറ്റീരിയർ സ്പേസിൽ നമ്മൾ എന്തെങ്കിലും ഫിനിഷിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ എത്ര ആണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ബേസിക്കലി 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആന്ത്രപ്പോമെട്രിക്കും എർഗണോമിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള എക്സ്പ്ലെയിൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇന്നോവേറ്റീവ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിങ്ങൾ POD പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അല്ലേ. സെക്കൻഡ് സെമസ്റ്ററിലാണ് നമ്മൾ POD പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിച്ചത്. അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ്, കളർ വീലൊക്കെ പറഞ്ഞിരുന്നു, ഇൻറ്റീരിയർ സ്പേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ വരുമ്പോഴാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ ചിലവർക്ക് തിയറിപരമായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാം. എന്നാലും ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കുകയാണെങ്കിൽ ITIയിലൊക്കെ ആണെങ്കിൽ അതൊരു കോഴ്സാണ്, 1 ഇയർ കോഴ്സാണ് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പുറമേക്കൊക്കെ എടുക്കണത്. പക്ഷെ നമ്മൾ അത്രത്തേക്ക് ഡെപ്തിലേക്ക് പോകണില്ല. പക്ഷേ ചെറിയൊരു ഡീറ്റെയിൽ എന്ന രീതിയിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻറ്റീരിയർ ഡിസൈൻ. ഓക്കെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇടങ്ങേറൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിരിക്കും. അത് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. കൂടുതലും നമ്മൾ വരയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടി അതിന് നല്ലൊരു ഇഷ്ടംപോലെ വരയ്ക്കാനുണ്ട് ഇൻറ്റീരിയർ ഡിസൈൻ ആയതുകൊണ്ട്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ അത്രയൊന്നും വരയ്ക്കാനില്ല. ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് കോൺസെപ്റ്റ്സ് മാത്രമേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ ബേസിക്കലി പഠിക്കാൻ പോണത്, ഇൻറ്റീരിയർ ഡിസൈനിങ്. ഓക്കെ, ഇൻറ്റീരിയർ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതുകൊണ്ടാണ് നമ്മൾ ഫർണിച്ചർ സ്റ്റൈൽസിനെ കുറിച്ച് പറയണത്. ഓക്കെ, ഫർണിച്ചർ മാത്രമല്ല, അതിൻ്റെ വെന്റിലേഷൻ ആകുമ്പോൾ പലതരത്തിലുള്ള വെന്റിലേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്യും, ബ്ലിൻഡ് പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ എന്താണെന്ന് പിന്നെ നമ്മൾ പറയാം. അതേപോലെ നമ്മൾ കാർപ്പറ്റ് വിരിക്കും.
ഓക്കെ. ചിലപ്പോൾ ഫാബ്രിക് ചെയ്യും. ഓക്കെ, ഫാബ്രിക്സ് വെച്ചിട്ട് നമ്മൾ മുഴുവനായിട്ട് ഡിസൈൻ ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ് മുതൽക്ക് എടുത്തു തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഈ ഒരു സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ സിലബസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ സിലബസ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ.